ശ്രീ എം.ആർ. അഭിലാഷ്, ഈ വിധി ഇത് താങ്കൾ പ്രതീക്ഷിച്ചൊരു വിധിയാണോ? ഇങ്ങനൊരു ഉത്തരവാണോ പ്രതീക്ഷിച്ചത്? അതോ ഇതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും സാധ്യത ഈ കേസിലുണ്ടായിരുന്നോ? വളരെ നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയായിരുന്നു, യാതൊരു സംശയവുമില്ല. കഴുത്തറത്ത് കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ക്രൂരതയാണ് ഇരയോട് പ്രകടിപ്പിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ ഒരു പക്ഷേ റെയറസ്റ്റ് ഓഫ് ദ റെയർ ഒഫൻസ് ആയിട്ട് അത് കാണാഞ്ഞതിന്റെ കാരണം എന്താണ് കോടതി ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയത് എന്നുള്ളത് നാം നോക്കേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ചെറുപ്പക്കാരന് ക്രിമിനൽ ആന്റിസിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഒരു ബാക്കിയുള്ള ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിൽ നിന്നും ഇതൊരു അങ്ങനെ ഒരു മാനസികമായിട്ടുള്ള ഒരു നിരാശയിൽ നിന്ന് ഉയർന്നൊരു മോട്ടീവാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അയാളുടെ പ്രായമൊക്കെ പരിഗണിച്ചായിരിക്കാം കോടതി. എന്നാലും ജീവപര്യന്തം എന്നുള്ളത് നിയമപ്രകാരം കൊടുക്കാവുന്ന രണ്ടാമത്തെ കഠിനമായിട്ടുള്ള ശിക്ഷയാണ്. അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്. പക്ഷെ അതിലും വലിയ പഴുതുകളുണ്ടല്ലോ. ഇപ്പോൾ നോക്കൂ, നമ്മൾ പെട്ടെന്നുണ്ടായ പ്രായത്തിന്റെ അവിവേകം കൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു കൊലപാതകം എന്ന് പറയുമ്പോൾ ആ ചെറിയ പ്രായത്തിൽ ആ പെൺകുട്ടിയുടെ വീട് കണ്ടുപിടിക്കണം, ആ വീട് കണ്ടുപിടിച്ച് പോകണം, ആ വീട്ടിൽ ആരുമില്ലാത്ത സമയം ഉറപ്പിക്കണം, അതിനെ കൊല്ലാൻ വേണ്ടി ചുറ്റികയും മറ്റുമൊക്കെ കണ്ടെത്തണം, അതിൻ്റെ കൈയും കാലും ഒക്കെ മുറിക്കാനുള്ള ആയുധങ്ങൾ കണ്ടെത്തണം. ഇപ്പോൾ പെട്ടെന്നുണ്ടായ പ്രകോപനം പ്രായത്തിൻ്റെ ആനുകൂല്യം എന്ന് പറയുന്നതിനും അപ്പുറത്ത് അതിക്രൂരമായൊരു മാനസിക സ്ഥിതി കൂടി ഉണ്ടായിരുന്നില്ല. വളരെ പ്ലാൻഡായൊരു കൊലപാതകമായി പോയില്ലേ? അപ്പോൾ ഈ ജീവപര്യന്തം ശിക്ഷ കിട്ടിയാലും നാളെ ഒരുപക്ഷെ ഒരു 10 കൊല്ലമോ 8 കൊല്ലമോ 12 കൊല്ലമോ സർക്കാരിന് തോന്നുന്ന സമയത്ത് ഒരു ഇളവ് നൽകാൻ ആലോചിക്കുന്ന സമയത്ത് ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു ശിക്ഷ മാത്രമായി ഇത് പോകില്ലേ? അല്ല, നമ്മൾ ഒരു ശിക്ഷയെയും നാളെ സർക്കാർ ഇളവ് നൽകിയേക്കാം എന്നൊരു സാധ്യത പരിഗണിച്ചുകൊണ്ട് ഒരു ശിക്ഷയും നമുക്ക് വിലയിരുത്തുവാൻ കഴിയുകയില്ല. ഇപ്പോ ഒരാളെ വധിക്കുകയാണെങ്കിൽ നിയമപ്രകാരം കൊടുക്കാവുന്ന 2 ശിക്ഷകളിൽ രണ്ടാമത്തെ കഠിനമായിട്ടുള്ള ശിക്ഷയാണ് ഈ ജീവപര്യന്തം എന്ന് പറയുന്നത്. അപ്പോൾ നാളെ സർക്കാർ തുറന്നു വിട്ടേക്കാമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഈ കൊടുക്കപ്പെട്ടിരിക്കുന്ന ശിക്ഷയെ നമുക്ക് ലഘൂകരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ആണ് ഈ ഒരു അവസരത്തിൽ നാം ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. ക്രിമിനൽ ആന്റിസിഡൻസ് ഒന്നും ഇയാൾക്കില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ 25 വയസ്സ് പ്രായം, പിന്നെ ഈ പൊതുവെ ഒരു ആന്റി സോഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു വ്യക്തിയോടുണ്ടായ പക, ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് മാനസികമായിട്ടുള്ള വൈകല്യം ആണ്. അത് സാമൂഹികമായിട്ടും ഒക്കെയുള്ള ചുറ്റുപാടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു വ്യക്തി രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് സാമൂഹികമായിട്ട് നാം മനസ്സിലാക്കി.